തങ്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു തോരൻ ഉണ്ടാക്കാം. ഇടിയഞ്ചക്ക കടലയ്ക്കയാണ് നമ്മുടെ തോരൻ്റെ വസ്തു. കടലയ്ക്ക ഞാൻ വെള്ളത്തിലിട്ട് മുളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇടിയഞ്ചക്ക നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: തേങ്ങ, വെളുത്തുള്ളി, ചുവന്നുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, എണ്ണ. സാധാരണ തോരൻ വയ്ക്കാൻ വേണ്ട എല്ലാ വസ്തുക്കളും അതിനാവശ്യമാണ്. അപ്പോൾ നമ്മൾ കാണിച്ചേക്കുന്നത് ഇത്രയും മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇടിയഞ്ചക്ക അരിഞ്ഞെടുക്കാം. ഇപ്പം നമ്മൾ ഇടിയഞ്ചക്ക ഇങ്ങനെ അരിഞ്ഞെടുത്തു, വളരെ ചെറുതായിട്ട്. സാധാരണ ഇടിയഞ്ചക്ക വേവിച്ച് ചതയ്ക്കും, അങ്ങനെയാണ് തോരൻ ഉണ്ടാക്കാറ്. നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്തേക്കണേ. നമുക്ക് അടുക്കളയിലേക്ക് പോകാം, റെഡിയാക്കാം. ഇപ്പോൾ നമ്മൾ തോരൻ ഉണ്ടാക്കാനുള്ള പാത്രം അടപ്പത്ത് വെച്ചു. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണം. ഇത്തിരി അധികം വെളിച്ചെണ്ണ ഒഴിക്കണം, നല്ലതാണ്. കാരണം ഇടിയഞ്ചക്കയല്ലേ. നമ്മുടെ വെളിച്ചെണ്ണ മൂത്ത് നമ്മളതിലേക്ക് കടുക് ഇടുകയാണ്. രണ്ട് വറ്റൽമുളക് ഇടുക. ഇതിനകത്ത് മട്ടേരി അല്ലെങ്കിൽ പുഴുങ്ങലരി ഇതിനകത്ത് ഇടേണ്ടതായിരുന്നു. പക്ഷേ ഇവിടെ പുഴുങ്ങലരി ഞങ്ങൾ ഉപയോഗിക്കാത്ത കാരണം ഇവിടെ ആ അരി ഇല്ല. അത് കാരണം ഇട്ടില്ല. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അരി ചേർത്ത് ഉണ്ടാക്കാം. ഞാൻ ഈ ചക്ക ഇതിലേക്ക് ഇടുകയാണ്. പിന്നെ നമ്മൾ കടലയ്ക്ക വേവധികമുള്ള കാരണം ആദ്യം തന്നെ ഒരു വിസിലൂടി വേവിച്ച് വെച്ചിട്ടുണ്ട്. പകുതി വേവായിട്ടുള്ളൂ. അതും ഇതിലേക്ക് ഇടുക. കടല വേവിച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. അതിൻ്റെ കൂടെ നമ്മൾ ആവശ്യമുള്ള ഉപ്പ് ഇട്ടു. ഇപ്പോൾ നമ്മൾ കടുക് വറുത്തിട്ടു. നമ്മൾ ചെറിയ തീയിൽ ഇത് അടച്ചു വെച്ച് വേവിക്കുക. നമ്മളിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കുകയാണ്. തേങ്ങ കഷ്ടിച്ച അരമുറി തേങ്ങയുണ്ട്, അത് ഇതിനകത്തേക്ക് ഇട്ടു. ചെറിയ ഉള്ളി, വെളുത്തുള്ളി. ഇതിന് മഞ്ഞൾപ്പൊടി അധികം ഇടുക കേട്ടോ. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. അര സ്പൂൺ മുളക് പൊടി ഇട്ടു. നമ്മളിതൊന്ന് കറക്കിയെടുക്കുക, ഒറ്റ കറക്കൽ മാത്രം. ഇത് അരഞ്ഞിട്ടില്ല, ചതഞ്ഞിട്ടേ ഉള്ളൂ. കരിവേപ്പില ഞാൻ ഇപ്പോഴാണ് ചേർക്കണം. ഇപ്പോൾ നമ്മുടെ അടിപൊളി ഇടിയഞ്ചക്ക തോരനും
റെഡിയായി. നമുക്ക് 2 മിനിറ്റ് ഇത് അടച്ചു വയ്ക്കാം കേട്ടോ. തീ കടത്തുകയാണ്. നമ്മുടെ ഇടിയൻ ചക്ക തോരൻ റെഡിയായി. ഇനി നമുക്കൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.